രണ്ട് കൈകൾ ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ അങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. ഈശോയുടെ അനന്തമായ അനുഗ്രഹം, രക്ഷ എല്ലാ ഭവനങ്ങളിലും എത്തിച്ചേരേണ്ടയാകട്ടെ. ദിവ്യകാരുണ്യമായ കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ആത്മജ്വാല ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ദിവ്യകാരുണ്യമായ യേശുവിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ ഒക്കെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും എഴുന്നള്ളി വന്ന് എന്തുമാത്രം ആത്മീയമായ വളർച്ചയും ഉയർച്ചയും ഭൗതികമായ നന്മകളുമാണ് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും നൽകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യന്തം തീക്ഷ്ണതയോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരണം നമ്മുടെ കുടുംബങ്ങളിൽ. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് യേശുമിശിഹാ നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 6 മുതലുള്ള ഏതാനും വചനങ്ങളാണ്. ആ വചനം ഇങ്ങനെയാണ്: പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹേറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറയ്ക്ക് പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്ക് ഒരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് യേശുമിശിഹാ ഈ ദൈവവചനത്തിലൂടെ നമ്മളെ എല്ലാവരെയും അതിശക്തമായ വിധത്തിൽ വചനം കൊണ്ട് നിറച്ച് വചനത്തിൻ്റെ ശക്തി, ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം, ഈശോയുടെ സാന്നിധ്യം എന്തുമാത്രം ശക്തമായിട്ടാണ് നമ്മളിലൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു തരികയാണ്. ഇന്ന് ഒന്നാമതായിട്ട് ഈശോ നൽകുന്ന ദൈവിക സന്ദേശം ഇതാണ്. അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട 12-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം തന്നെയാണ്. അതിൻ്റെ 2-ാം ഭാഗം. പത്രോസ് പടയാളികൾ, ഇരുവശത്തും പടയാളികളുണ്ട്, അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരുടെ മധ്യേ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? കൈകളും കാലുകളും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് 2 പടയാളികൾ അപ്പുറത്തും ഇപ്പുറത്തും, തൊട്ടപ്പുറത്തെ ആ വാതിലടച്ചതിന് അതിനുശേഷം വേറെ 2 പേർ, ഇങ്ങനെ 12 പടയാളികൾ കാവൽ നിൽക്കുമ്പോൾ അവർക്ക് മധ്യേ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പത്രോസ് ശാന്തമായി ഉറങ്ങുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ്: ഏത് പ്രതിസന്ധിയിലും കർത്താവ് നൽകുന്ന ശാന്തത കൈവിടാതെ ജീവിക്കാനായിട്ട്
ശീലിക്കണം. അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നതെന്നോ? കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ദിവ്യകാരുണ്യമായ ഈശോ നമ്മളോടൊപ്പം സദാസമയവും ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം പിന്നെ പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധി ഉണ്ടാകട്ടെ, ചിലപ്പോൾ രോഗമായിരിക്കും, കടബാധയായിരിക്കും, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കും, ജോലിയിലെ ഏതെങ്കിലുമൊക്കെ വിഷമങ്ങളായിരിക്കും, ഏത് പ്രതിസന്ധിയായാലും അതൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ശാന്തത നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൈമോശം വരികയില്ല. അത് കർത്താവിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായി അനുഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ഇനി അതല്ലെങ്കിലോ, ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി, നമ്മൾ ആകെപ്പാടെ അസ്വസ്ഥരാകും. ഒരു ചെറിയ തലവേദന വന്നാൽ, വയറുവേദന വന്നാൽ അങ്ങേയറ്റത്തെ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് നമ്മൾ ആകെപ്പാടെ കിടന്ന് വിഷമിക്കും. ഒരു കടബാധ്യത വന്നു, സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നു, ഉടനെ തന്നെ നമ്മൾ വിറളി പിടിച്ചുകൊണ്ട് പായാൻ തുടങ്ങും. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അങ്ങ് വിശ്വസിച്ചാൽ ഏത് പ്രതിസന്ധിയിലും ശാന്തതയോടെ ജീവിക്കാനായിട്ട് നമ്മളെ കർത്താവ് അനുഗ്രഹിക്കും. ഇനി രണ്ടാമതായിട്ട് ഈശോ പറഞ്ഞു തരുന്ന സന്ദേശം ഇതാണ്. അത് 12-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനമാണ്. ആ 7-ാം വചനം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആ ദൈവത്തിൻ്റെ ദൂതൻ ഈ കാരാഗൃഹത്തിലേക്ക് വന്നപ്പോൾ ആ മുറിയാകെ പ്രകാശം കൊണ്ട് നിറഞ്ഞു. അതാണ്, മുറിയാകെപ്പാടെ പ്രകാശം കൊണ്ട് നിറഞ്ഞു. എന്താ പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം എന്ന്? ദൈവീക സാന്നിധ്യം ആരുടെയൊക്കെ ജീവിതത്തിൽ വന്ന് നിറയുന്നോ അവരുടെ ജീവിതത്തിൽ നിന്നും, അവർ താമസിക്കുന്ന വീടുകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളും വിട്ടുപോകും. ഒരു പ്രാവശ്യം കൂടെ പറയാം. ദൈവിക സാന്നിധ്യം ആരുടെയൊക്കെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നോ അവരുടെ ജീവിതത്തിൽ നിന്നും, അവരുടെ കുടുംബങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളും മാറിപ്പോകും. എന്തേ അങ്ങനെ പറയുന്നത്? അതിൻ്റെ അർത്ഥം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു രോഗം വരില്ല, ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നല്ല. ഏത് സാഹചര്യത്തിലും ദൈവിക സാന്നിധ്യം വന്നു നിറയുമ്പോൾ ഇതൊന്നും നമ്മളെ ഏശുകയില്ല. എല്ലാ തരത്തിലും കുടുംബത്തിൽ ദൈവ സാന്നിധ്യം കൊണ്ട്, അതിൻ്റെ പ്രകാശം കൊണ്ട് നമ്മൾ പൂരിതരായിത്തീരും. അതാണ് വചനം പറയുന്നത്. ആ മുറിയാകെപ്പാടെ പ്രകാശം കൊണ്ട് നിറഞ്ഞുവെന്ന്. പ്രിയപ്പെട്ടവരെ, ദുശ്ശീലമാകുന്ന ഇരുള് വിട്ടുപോകും, ദുഷ്തഴക്കമാകുന്ന അന്ധകാരങ്ങൾ വിട്ടുപോകും. ദേഷ്യം, അരിശം, വൈരാഗ്യം, കോപം, അസൂയ, ഇങ്ങനെയുള്ള എല്ലാ അന്ധകാരങ്ങളും ജീവിതത്തിൽ നിന്നും പാടെ മാറിപ്പോകാനായിട്ട് ദൈവിക സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയണം. അതാണ് ഈ വചനത്തിൽ നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതും. ദൈവദൂതൻ വന്നപ്പോൾ ആ മുറിയാകെ പ്രകാശം കൊണ്ട് നിറഞ്ഞുവെന്ന്. എന്തോരം ആളുകളുടെ ഉള്ളാണ് ദേഷ്യമാകുന്ന ഇരുട്ട് കുത്തി നിറച്ചു വെച്ച് ജീവിക്കുന്നത്. എന്തോരം ആളുകളാണ് മറ്റുള്ളവരെ കൊണ്ട് അസൂയപ്പെട്ട്, അസൂയയാകുന്ന ഇരുട്ട് കൊണ്ട് ഹൃദയമാകെ നിറച്ചു വെച്ച് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം ആളുകളാണ് അരിശവും കോപവും ജീവിതകാലം മുഴുവൻ വൈരാഗ്യവും ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ജീവിതം മുഴുവൻ ഇരുളടഞ്ഞു പോവുകയാണ്. അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വിളിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ സാന്നിധ്യം വന്നു നിറയും. പ്രകാശം നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും ആകെപ്പാടെ നിറച്ച് പ്രകാശമാനമായി തീരും നമ്മുടെ ജീവിതങ്ങൾ. ഇതാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ശക്തമായ സന്ദേശം ഈശോ ഇന്ന് നമുക്ക് നൽകുന്നത്. മൂന്നാമതായിട്ട് ആ 12-ാം അധ്യായത്തിൻ്റെ 8-ാം വചനമാണ്. പത്രോസ് ഒന്നും ചെയ്യാതെ തന്നെ ആ മനുഷ്യനെ ബന്ധിച്ചിരുന്ന എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീണു. അതിൻ്റെ അർത്ഥം അപ്പം എന്താ? പത്രോസ് ഇങ്ങനെ വലിച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ടാണോ? ഏതെങ്കിലും തരത്തിലുള്ള ബ്ലേഡോ മറ്റേതെങ്കിലും ഉപകരണം ഉപയോഗിച്ച് ഇങ്ങനെ അറുത്തറുത്ത് അത് മുറിച്ചതുകൊണ്ടാണോ? അല്ല.
കർത്താവിൻ്റെ അടുത്ത് നിന്നു കൊടുത്താൽ മതി പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളും അറിയാതെ അഴിഞ്ഞു പോയിക്കൊള്ളും. അതിനെന്താ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ കൊതറണ്ട, നമ്മൾ പരക്കം പായണ്ട, നമ്മൾ ആകപ്പാടെ അസ്വസ്ഥതയോടെ വലിച്ചു പൊട്ടിക്കാൻ നോക്കണ്ട. ശാന്തമായി ദൈവ സാന്നിധ്യത്തിൽ നിന്നാൽ മതി. എല്ലാ ചങ്ങലകളും ഏതു തരത്തിലുള്ളതാകട്ടെ, ജോലിയില്ലാത്തതിൻ്റെ ആകട്ടെ, കടബാധ്യതയുടേതാകട്ടെ, രോഗത്തിൻ്റേതാകട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ദുശ്ശീലങ്ങളുടേതാകട്ടെ, ദുഷ്ടഴക്കങ്ങളാകട്ടെ, ഏത് ചങ്ങലകളും തന്നെ അങ്ങ് അഴിഞ്ഞു പോയിക്കൊള്ളും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാണ് മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന, നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഇന്ന് വചനത്തിലൂടെ പറഞ്ഞു തരുന്ന ശക്തമായ സന്ദേശം. നമ്മൾ നിന്നുകൊടുത്താൽ മതി, കർത്താവിൻ്റെ അടുത്ത് ചങ്ങലകളൊക്കെ അഴിഞ്ഞു പോയിക്കൊള്ളും. നാലാമതായിട്ട് അത് 12-ാം അധ്യായത്തിലെ 9-ാം വചനത്തിൻ്റെ 2-ാം ഭാഗമാണ്. അതിങ്ങനെയാണ്: ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് പത്രോസിന് തോന്നിയില്ല. അതായത് പ്രിയപ്പെട്ടവരെ, എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ ചില അത്യത്ഭുതങ്ങൾ സംഭവിക്കുമ്പം അത് ശരിയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. കാര്യം നമ്മൾ അങ്ങേയറ്റം പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെയും വചനത്തിൻ്റെയും സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന, പ്രവർത്തിക്കുന്ന അത്യത്ഭുതമാണ്. പക്ഷേ അത് സംഭവിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോലും വിശ്വസിക്കാൻ ഒരു നിമിഷം എടുക്കും, അല്പം സമയമെടുക്കും. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചോ എന്ന്. അങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ എന്തുമാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉറപ്പായും വിശ്വസിച്ചോ, കർത്താവ് അത്യത്ഭുതകരമായി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും, രക്ഷിക്കും. ഇനി 5-ാമത്തെ സന്ദേശം ആ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വചനത്തിൻ്റെ അവസാന ഭാഗമാണ്. അതെങ്ങനെയാണെന്നോ: അവരെല്ലാവരും കൂടി അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ അത്ഭുതം സംഭവിച്ചതിൻ്റെ രഹസ്യമാണ്, ആത്മീയമായ മർമ്മമാണ് ഈ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വചനത്തിൽ പറഞ്ഞു തരുന്നത്. ഒത്തിരിയേറെ പേരുടെ ഒരുമിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന. പത്രോസിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, പത്രോസിന് ജീവാപായം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പേർ കുറച്ചകലെ ഒരു വീട്ടിൽ സമ്മേളിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഏത് ചങ്ങലകളെയും പൊട്ടിക്കാനുള്ള ശക്തിയുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഏത് കാരാഗ്രഹ വാതിലുകളെയും തുറക്കാനുള്ള ശക്തിയുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഏത് അന്ധകാരങ്ങളെയും ആട്ടിയകറ്റാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് നമുക്കോരോരുത്തർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളും മാറിപ്പോകും. ദൈവശക്തി കൊണ്ട് നമ്മൾ നിറയും. വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്യത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് അതിനായിട്ട് ദിവ്യകാരുണ്യമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കുക. കർത്താവിൻ്റെ പക്കലേക്ക് 2 കൈകളും ഇങ്ങനെ യാചനാരൂപത്തിൽ തുറന്നു പിടിക്കുക. എന്നിട്ട് ആ കർത്താവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് ഈശോ മിശിഹാ പത്രോസിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ഈശോ ഇടപെടും, ഇന്ന് ഈശോ പ്രവർത്തിക്കും. യേശുവേ എന്ന് നമുക്കും വിളിച്ച് പ്രാർത്ഥിക്കാം, നമുക്കും വിളിച്ചുണരാം. കർത്താവിൻ്റെ അതിശക്തമായ സാന്നിധ്യം കൊണ്ട് ഈശോയെ ഞങ്ങളെ ഇപ്പോൾ നിറയ്ക്കണമേ. ഈശോയെ മനസ്സിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് അങ്ങിറങ്ങി വരണമേ. 2 കരങ്ങൾ ഉയർത്തുക മക്കളെ, 2 കരങ്ങൾ ഉയർത്താൻ നമുക്ക് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള വേദനകളും, മനസ്സിനെ ആകെ, കരളിനെ ആകെ ഉലയ്ക്കുന്ന, മുറിപ്പെടുത്തുന്ന, ഉരുക്കിക്കളയുന്ന ഏത് വേദന സമയത്തും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ, അവിടുന്ന് രക്ഷിക്കാൻ വരും, അവിടുന്ന് അനുഗ്രഹിക്കും, അവിടുന്ന് അഭിഷേകം ചെയ്യും, അവിടുന്ന് രക്ഷയിലേക്ക് നയിക്കും. കരമുയർത്തി, സ്വരമുയർത്തി
ഉറക്കെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആരാധിക്കാം. കരളാകിയുരുകുന്ന ഈശോയേ, വേദനയാലെന്നും കർത്താവേ നിന്നെ ഞാൻ വിളിച്ചിടുന്നു. എല്ലാവരും ചേർന്ന് കരളാകിയുരുകുന്ന വേദനയാലെന്നും കർത്താവേ നിന്നെ ഞാൻ വിളിച്ചിടുന്നു. കൈകൾ കൂപ്പി ഒരിക്കൽ കൂടി ഒരുമിച്ച് കരളാകിയുരുകുന്ന ഈശോയേ, വേദനയാലെന്നും കർത്താവേ നിന്നെ ഞാൻ വിളിച്ചിടുന്നു. മക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും കൈകൾ ഇങ്ങനെ യാചനാ രൂപത്തിൽ പിടിച്ച് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. എൻ്റെ ഈശോയെ, പത്രോസ് ചങ്ങലകളാൽ ബന്ധിതനായി, കയ്യും കാലും ശരീരവും ആകെ ബന്ധിതനായി കാരാഗ്രഹത്തിൽ അനേകം പട്ടാളക്കാരുടെ മധ്യേ കിടന്നതുപോലെ ഈശോയെ, ഞങ്ങളുടെ ജീവിതം പലപ്പോഴും ഇങ്ങനെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഈശോയെ, കടബാധ്യത കൊണ്ടുള്ള ബന്ധനം, രോഗം മൂലം ഒന്നിനു പിറകെ ഒന്നായി വരുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, കുടുംബത്തിലെ വഴക്കുകൾ, കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾ, അവിശ്വസ്തതകൾ, ഇതൊക്കെ മൂലം കാരണം കർത്താവേ, ഞങ്ങളുടെ ജീവിതം പലപ്പോഴും പത്രോസിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചതുപോലെ ഉള്ള ബന്ധനങ്ങളിലാണ് കഴിയുന്നത്. ഈശോയെ, ആ സമയത്തൊക്കെ ഞങ്ങളാകെപ്പാടെ അസ്വസ്ഥപ്പെടാതിരിക്കാൻ, ഞങ്ങളുടെ ജീവിതങ്ങളാകെ മനസ്സും കരളുമാകെ ഉരുകിപ്പോകുന്ന വേദനകൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ തകർന്ന് അടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈശോയെ, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ദിവ്യകാരുണ്യം കൊണ്ട് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ചു തരണമേ. മക്കളെ എല്ലാവരും യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചോളുക. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ഏത് തരത്തിലുള്ള ബന്ധനങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിലും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് കർത്താവ് അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും. കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് നമ്മളെ നിറച്ചു തരും. വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. കർത്താവല്ലേ നമ്മുടെ കൂടെയുള്ളത്, കർത്താവല്ലേ നമ്മളെ രക്ഷിക്കുന്നത്, അവിടുന്നല്ലേ നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തുക, ഇരു കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ കരളാകെ ഉരുകുന്ന വേദനയോടെ കർത്താവേ, ഇതാ ഞങ്ങൾ കരമുയർത്തി വിളിക്കുന്നു, സ്വരമുയർത്തി വിളിക്കുന്നു. ഒരുമിച്ച് മക്കളെ, ഒരുമിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, കരളാകിയുരുകുന്ന വേദനയാലെന്നും ഈശോയേ, കർത്താവേ നിന്നെ ഞാൻ വിളിച്ചിടുന്നു. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് എല്ലാവരും ചേർന്ന് കരളാകിയുരുകുന്ന വേദനയാലെന്നും കർത്താവേ നിന്നെ ഞാൻ വിളിച്ചിടുന്നു. കൈകൾ കൂപ്പാം. എൻ്റെ കർത്താവേ, ഇന്ന് എത്രയോ അധികം ആയിരക്കണക്കായ കുടുംബങ്ങളാണ് അന്ധകാര നിബിഡമായ ജീവിതം നയിക്കുന്നത്. പലതരത്തിലുള്ള അന്ധകാരങ്ങൾ മൂലം ഈശോയെ പ്രകാശത്തിൻ്റെ ഒരു ചെറു കണിക പോലും ഇല്ലാത്തതുപോലെ ജീവിക്കുന്നവരുണ്ട്. ദേഷ്യം, അരിശം, വൈരാഗ്യം, കോപം, തിന്മകൾ, ഈശോയെ പല തരത്തിലുള്ള ദുശ്ശീലങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്നവർ, ദുഷ്തഴക്കങ്ങൾ മൂലം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ. എൻ്റെ പൊന്നു തമ്പുരാനെ, അങ്ങനെയുള്ള ഓരോരുത്തരെയും കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും പ്രകാശമായി ദിവ്യകാരുണ്യമായി ഈശോയെ അങ്ങ് ഇന്ന് ഇപ്പോൾ തന്നെ വന്ന് നിറയണമേ. ഈശോയെ, പ്രത്യേകിച്ച് യുവതി യുവാക്കൾ, മാതാപിതാക്കൾ ഒക്കെ എന്തുമാത്രം തിന്മയുടെ അന്ധകാരത്തിലാണ് പലപ്പോഴും കഴിയുന്നത്. ഈശോയെ, അവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അന്ധകാരം, പാപത്തിൻ്റെ അന്ധകാരങ്ങളെ നീക്കിക്കളയണമേ. തിന്മയുടെ, ദുശ്ശീലങ്ങളുടെ,
ദുഷ്ടഴക്കങ്ങളുടെ, വഴക്കിൻ്റെ, അസഭ്യം പറയുന്നതിൻ്റെ എല്ലാ അന്ധകാരങ്ങളെയും മാറ്റിക്കളയണം കർത്താവേ. അതിനായി അങ്ങ് ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഓരോ യുവതീവാക്കളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവേ പ്രകാശധോരണിയായി ദിവ്യകാരുണ്യമായ ഈശോയെ അങ്ങ് വരണമേ. മക്കളെ, 2 കരങ്ങൾ യാചനാ രൂപത്തിൽ തുറന്നു പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഇതാ കർത്താവ് ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്കും എഴുന്നള്ളി വരുന്നു. അന്ധകാരത്തെ മാറ്റിക്കളയാനായിട്ട് ദൈവദൂതൻ പത്രോസ് കിടന്ന ജയിലറയിലേക്ക് വന്നപ്പോൾ ആ മുറിയാകെ പ്രകാശം കൊണ്ട് നിറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അന്ധകാരം എടുത്തു കളയാൻ, അന്ധകാരത്തിന്റെ എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോകാനായിട്ട് ഈശോയെ വിളിച്ചുകൊള്ളുക മക്കളെ. കർത്താവ് വന്ന് നിറയട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ ഉയർത്താൻ നമുക്ക് 2 കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിളിക്കുക. എല്ലാവരും ചേർന്ന് വിളിച്ചുണരട്ടെ. ദൈവശക്തി, അഭിഷേകം പ്രകാശമായി വന്നു നിറയും. വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, കരളാകിയുരുകുന്ന വേദനയാലെന്നും കർത്താവേ നിന്നെ ഞാൻ വിളിച്ചിടുന്നു. എല്ലാവരും ചേർന്ന് കരളാകിയുരുകുന്ന വേദനയാലെന്നും കർത്താവേ നിന്നെ ഞാൻ വിളിച്ചിടുന്നു. കൈകൾ കൂപ്പി മുട്ടുകൾ കുത്തിക്കൊണ്ട് കരളാകിയൊരുകുന്ന എന്റെ കർത്താവേ, വേദനയാലെന്നും ഈശോയേ, കർത്താവേ നിന്നെ ഞാൻ വിളിച്ചിടുന്നു. മക്കളെ, നമുക്ക് 2 കരങ്ങളും തുറന്നു പിടിച്ച് എളിയ സ്വരത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോ ഇന്ന് നമ്മളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അന്ധകാരം മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്യത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് അനുഗ്രഹിക്കും. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു